കാനാവെന്ന ഗ്രാമത്തിൽ ഒരു വിവാഹം നടക്കുമ്പോൾ ആ വിവാഹത്തിലേക്ക് യേശുക്രിസ്തുവിനെയും തൻ്റെ ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നു. ആ വിവാഹത്തിൽ യേശുവുണ്ടായിരുന്നു. ആ വിവാഹത്തിൽ ഒരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നം എന്തായിരുന്നു? അവിടെ വീഞ്ഞ് തീർന്നുപോയി. ഒരു പ്രശ്നമാണത്. വിവാഹ വിരുന്നിൽ കറി തീർന്നു പോയാൽ, അല്ലെങ്കിൽ അവിടെ ചോറ് തീർന്നു പോയാൽ, അനേകർ ആഹാരം കഴിക്കാൻ നിൽക്കുമ്പോൾ ആഹാര സാധനങ്ങൾ തികയാതെ വരികയാണെങ്കിൽ അത് അപമാനകരമാണ്. നാട്ടുകാരെല്ലാം പറയും, വന്നവർക്ക് ആഹാരം പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല, എന്തൊരു കാര്യമാണിത്, എന്തൊരു കല്യാണമാണ്, എന്തിനാണ് നമ്മെ വിളിച്ചത്, ഇങ്ങനെ ഇഷ്ടമുള്ളതുപോലെയൊക്കെ സംസാരിക്കും. നാട് മുഴുവൻ പറഞ്ഞു പരത്തും, അഭിമാനം പോകും. അന്ന് ആ കുടുംബത്തിൽ ഒരു നാണക്കേട് വരുന്നതായ സന്ദർഭത്തിൽ കേൾക്കുക, ആ വിവാഹത്തിൽ ആരുണ്ടായിരുന്നു? യേശുവുണ്ടായിരുന്നു. ആ വിവാഹ വീട്ടിലൊരു പ്രശ്നമുണ്ടായപ്പോൾ അവിടെ ആരുണ്ട്? യേശുവുണ്ട്. ആ പ്രശ്നത്തെക്കുറിച്ച് ആരോട് പറയാനിടയായി? യേശുവിനോട് പറഞ്ഞു. യേശു എന്താണ് ചെയ്തത്? മൂന്നാമതൊരു വ്യക്തി പോലും അറിയാതെ ആ കുടുംബത്തിൽ തലയുയർത്തിയതായ പ്രശ്നത്തെ യേശുക്രിസ്തു പരിഹരിച്ചു. പ്രശ്നത്തെ പൂർണ്ണമായിട്ടും പരിഹരിച്ചുകൊണ്ട് ആ കുടുംബത്തിൽ സമാധാനത്തെ കൊടുക്കുവാനിടയായി. ആ വിവാഹ വീട്ടിൽ യേശുവുണ്ടായിരുന്നു. മകനെ, മകളെ, സഹോദര, സഹോദരി, നിങ്ങളുടെ വിവാഹത്തിൽ യേശു ഉണ്ടായിരിക്കണം. നിന്റെ വിവാഹത്തിന്റെ തീരുമാനത്തിൽ യേശുവിന് സ്ഥാനമുണ്ടാകണം. നിന്റെ വിവാഹം നടക്കുന്ന സമയത്ത് യേശുക്രിസ്തു ഇറങ്ങിവരണം. യേശുവിൻ്റെ സന്നിധിയിൽ, യേശുവിൻ്റെ സമക്ഷത്ത് യേശു സാക്ഷിയായി ഇറങ്ങിവരുന്ന സമയത്ത് നിന്റെ വിവാഹം നടക്കണം. ഇതെപ്പോഴാണ് നടക്കുന്നത്? നീ വിവാഹം കഴിക്കുമ്പോൾ, ദൈവത്തിന് ഹിതപ്രകാരം അത് ചെയ്യുമ്പോഴാണ്. ഇസഹാക്കിൻ്റെ വിവാഹ സമയത്ത് ഇസഹാക്കിൻ്റെ പിതാവ് പ്രാർത്ഥനയോടെയായിരിക്കുന്നു. അതുപോലെ തന്നെ ബാല്യക്കാരൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇസഹാക്ക് എന്തു ചെയ്യുന്നു? കേവലം പിതാവ് മാത്രമാണോ മകൻ്റെ വിവാഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? അമ്മ മാത്രമാണോ പ്രാർത്ഥിക്കേണ്ടത്? അല്ല. അവിടെ ഇസഹാക്ക് എന്താണ് ചെയ്യുന്നത്? നമുക്ക് ആ വചനഭാഗമൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 24:63. വൈകുന്നേരം ആയപ്പോൾ ഇസഹാക്ക് ധ്യാനിപ്പാൻ. എന്താണ്? എന്നാൽ നമ്മുടെ പല ആളുകളും ഈ സമയത്ത് ചീട്ടുകളിയാണ്. വൈകുന്നേരമായാൽ മതി, ഇതാണ് അവർക്ക് പണി. യൗവനക്കാരനായിരിക്കുന്ന നീ വൈകുന്നേരമാകുമ്പോൾ എന്തു ചെയ്യാനാണ് പോകുന്നത്? വൈകുന്നേരമായപ്പോൾ ഇസഹാക്ക് ധ്യാനിപ്പാൻ വെളിംപ്രദേശത്ത് പോയിരുന്നു, പ്രാർത്ഥിക്കാൻ പോയിരുന്നു. പിതാവ് പ്രാർത്ഥിക്കുന്നു, ദാസൻ പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ വിവാഹപ്രായമായ സമയത്ത് ഇസഹാക്കും അതിനായി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ, അവൻ്റെ സന്നിധിയിൽ ധ്യാനിക്കാൻ പോയിരിക്കുകയാണ്. കർത്താവേ, നിന്റെ ഹിതം തന്നെയാണ് എൻ്റെ ഹിതവും. ജീവിതത്തിൽ വളരെ വിലയേറിയതായ ഒരു തീരുമാനമെടുക്കേണ്ട സമയം വന്നു. എനിക്കൊരു ജീവിത പങ്കാളി ആവശ്യമാണ്. ആ ജീവിത പങ്കാളിയെ നീ തന്നെ കൊണ്ടുവരണം. എൻ്റെ വിവാഹത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ എൻ്റെ ഭാര്യയെ ഞാൻ തിരഞ്ഞെടുക്കുന്നതായ സമയത്ത് നിന്റെ ഹിതം തന്നെ നടക്കണം. ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. ഇന്ന് നിന്റെ വിവാഹത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇന്ന് നിന്റെ നല്ലൊരു ഭാവിക്കായി നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നടക്കുന്നതായ വിവാഹം നിന്റെ ഹിതപ്രകാരം നടക്കണം. അന്ന് ഇസഹാക്കിൻ്റെ വിവാഹം റിബേക്കയുമായി ദൈവത്തിൻ്റെ ഹിതപ്രകാരം നടന്നു. ആ വിവാഹത്തിൽ ദൈവമുണ്ടായിരുന്നു. ആ വിവാഹത്തിൻ്റെ തീരുമാനത്തിൽ ദൈവമുണ്ടായിരുന്നു. അപ്പോൾ നിന്റെ കാര്യം എന്താണ്? കാനാവെന്ന സ്ഥലത്ത് നടന്ന വിവാഹത്തിൽ യേശുവുണ്ടായിരുന്നു. ആ വിവാഹത്തിൽ യേശു ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ വിവാഹ വീട്ടിൽ തലയുയർത്തിയതായ പ്രശ്നത്തെ മൂന്നാമത് ആരും അറിയാതെ യേശുക്രിസ്തു ആ പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിക്കുവാനിടയായത്. എൻ്റെ യേശു നിന്റെ വിവാഹത്തിലുണ്ടെങ്കിൽ, എൻ്റെ യേശു നിന്റെ വിവാഹ ബന്ധത്തിലുണ്ടെങ്കിൽ, എൻ്റെ യേശു നിന്റെ ഭവനത്തിലുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ കേൾക്കുക, നിന്റെ ജീവിതത്തിൽ, നിന്റെ വിവാഹ ജീവിതത്തിൽ, നിന്റെ കുടുംബ ജീവിതത്തിൽ യേശു ഉണ്ടായിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുകയാണെങ്കിൽ യേശു പറയും, ഞാനിവിടെയുണ്ട്. നീ മൗനമായിരുന്നുകൊണ്ട് ഞാൻ നിനക്ക് വരുത്തുവാൻ പോകുന്ന രക്ഷയെ കണ്ടുകൊള്ളുവീൻ. ആ ദൈവത്തെ കൂടാതെ നീ വിവാഹം കഴിക്കാൻ പോകുന്നുവെന്നാണ് പറയുന്നത്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടാതെ, ദൈവത്തിൻ്റെ സാക്ഷ്യം കൂടാതെ വിവാഹം കഴിച്ചാൽ
പ്രിയമുള്ളവരെ, അതൊരിക്കലും നന്മയ്ക്കായി മാറുകയില്ല. ദാസൻ യാത്രയായിപ്പോയി. ഇപ്പോൾ യാത്രയായി റിബേക്കയെ തന്നോടൊപ്പം കൊണ്ടുവരികയാണ്. ആ യാത്ര പ്രാർത്ഥനയോടുകൂടിയാണ് ആരംഭിച്ചത്. അതുകൊണ്ട് അതിൻ്റെ ഫലത്തെ കാണുവാനിടയായി. നിന്റെ ജീവിതത്തിലും പ്രാർത്ഥനയോടുകൂടി തന്നെ നിന്റെ പ്രവൃത്തിയെ, നിന്റെ യാത്രയെ ആരംഭിക്കുക. നിന്റെ പരിശ്രമങ്ങളെല്ലാം തന്നെ ദൈവം സഫലമാക്കി മാറ്റട്ടെ. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ പിതാവേ, അങ്ങ് വളരെ വ്യക്തമായി ഞങ്ങളോട് സംസാരിക്കാനിടയായല്ലോ. വളരെ ലളിതമായി സംസാരിച്ചല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തു സംഭവിക്കുന്നുവെന്ന് അങ്ങേക്കറിയാവുന്നതുകൊണ്ട് വളരെ വ്യക്തമായി, സ്പഷ്ടമായി, സകലതും അറിയുന്ന ദൈവമായി ഞങ്ങളോട് നീ സംസാരിക്കുമ്പോൾ ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേട്ടുകൊണ്ട്, കൈക്കൊണ്ടുകൊണ്ട്, തൻ്റെ ജീവിതത്തെ മാറ്റിയെടുത്തുകൊണ്ട്, തൻ്റെ കുടുംബ ജീവിതത്തെ പണിതുകൊണ്ട്, നിന്റെ ഹിതത്തെ നിറവേറ്റിക്കൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ കൃപ ചെയ്യണമേ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.